ഈ കുശുമ്പൻ എന്തെങ്കിലും അയക്കണ്ട നോക്കിയിട്ട് ഞാൻ പുസ്തകം പൊതിയാൻ വേണ്ടിയിട്ട് ഇരുന്നതാട്ടോ. ആര്? അമ്മു ചേച്ചിയല്ലേ? അമ്മു ചേച്ചിക്ക് കിട്ടിയിട്ടില്ല. എന്തായി മക്കളൊക്കെ നാളെ മുതൽ പിന്നെയും ഓ എന്താ സന്തോഷം. കുഞ്ഞനും കിച്ചൂനും ആണ് കേട്ടോ അച്ചുട്ടി. കുഞ്ഞനും കിച്ചൂനും ഒക്കെ പോവാന് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അച്ചുവിന്റെ കൂട്ടുകാരി ഒരു ക്ലാസ്സിലാണ് കേട്ടോ. ഇതാ ഇത് ചോറ്റുപാത്രം വേണ്ടേ? പിന്നെ കിട്ടിയോ? ഇത് കളയണ്ട കേട്ടോ. ഇത് കട്ടറാണേ. ഇതാണ്ടോ കണ്ടോ? അതിന് പൊട്ടിക്കണ്ടേ? കിച്ചുവിന്റെ മുടി വെട്ടാന് ഇവരുടെ മുടി വെട്ടാൻ പോകുമ്പോൾ അനിയൻ കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അവൻ മുടി വെട്ടണില്ല പറഞ്ഞു. അപ്പോൾ കണ്ടോ അവന് മുടി വളർന്നിട്ട് ഇനി ഇതാ നമുക്ക് 8 മണി രാത്രി 8 മണിയാകുമ്പോഴാണ് കേട്ടോ പോയിട്ട് മുടി വെട്ടുന്നത്. അപ്പോഴത്ര അവർക്ക് ഒഴിവുള്ളൂ. പിന്നെ യൂണിഫോമൊന്നും അടിച്ച് കിട്ടിയിട്ടില്ല. ഇവർക്കുള്ള യൂണിഫോമിന് അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടും. അച്ചുവിന് അമ്മൂൻ്റെ ആദ്യത്തെ യൂണിഫോമിൻ്റെ ഒരു ജോഡി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. കിച്ചുവിന് ഇപ്രാവശ്യം വാങ്ങണ്ട അല്ലേ കിച്ചിട്ടാ? നാളെ പിന്നെ എല്ലാവരും കളർ ഇട്ടിട്ടല്ലേ പോവാ. എന്താ അത്? എന്താ കുഞ്ഞൻ്റെ അമ്മമ്മ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. നല്ല ചോറ്റുപാത്രം കണ്ടോ? കുഞ്ഞനും കുഞ്ഞുണ്ണിക്കും. കണ്ടാ ഏത് വെള്ളക്കുപ്പി? കുഞ്ഞുണ്ണിയുടെ വെള്ളക്കുപ്പി. അതിന്റെ ഇതെവിടെ? വള്ളി എവിടെ? വള്ളി അതിന് 2 ദിവസം കൊണ്ട് കേട് വരുത്തണ്ട. ഇവിടെ ചോറ്റും പാത്രല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്താ അനിയേട്ടൻ 5 വാങ്ങിയില്ലേ? 5 വാങ്ങിയിട്ടോ 5 പേർക്കും. പിന്നെ അവളുടെ വീട്ടിൽ നിന്ന് 2 കൊണ്ടുവന്നു. അങ്ങനെ 5 2 എത്ര 7 ചോറ്റുപാത്രം ഉണ്ട്. അതധികം കേട് വന്നിട്ടേ ഇല്ല. ഇപ്പൊ 7 എന്താ 8 9 10 ചോറ്റുപാത്രം ഉണ്ട് ഇപ്പോ. 2 വെച്ചിട്ട്. അപ്പൊ ഈ വെള്ളക്കുപ്പി കണ്ടില്ലേ? ഇനിയിപ്പോ കിച്ചൂരുള്ളത് മതി. മറ്റേ നമുക്ക് എടുത്ത് വെക്കാം. അപ്പൊ ആർക്കും ഈ സ്റ്റീലിന്റെ വെള്ളക്കുപ്പി ഇതാ വേണ്ട കേട്ടോ. ഇത് സ്റ്റീലിന്റെ എടുത്ത് വെക്കണം. എന്നാ പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് ആയല്ലോ. എവിടെ നോക്കട്ടെ? ഇത് വലിച്ചു കുടിക്കാൻ പറ്റുന്ന വെള്ളക്കുപ്പി. ഇത് കനമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതാവുമ്പോ അച്ചുട്ടിയുടെ കുറച്ച് വലുത്. അച്ചു ആണ് കേട്ടോ ഇവിടെ വെള്ളം കുറച്ച് കുടിക്കുക. അത് അച്ചുവിന്റെ വലിയ കുപ്പി. പിന്നെ കിച്ചുവിന് മാത്രമുള്ളത് മതിയല്ലോ. ഇതാ കിച്ചുവിന്റെ പ്ലാസ്റ്റിക്. ചൂടുവെള്ളം ആക്കണേ ഇതിലേ. ചൂടുവെള്ളം ആക്കിയിട്ട് കഴുകണം. എന്താ നോക്കി. ഇതേപോലത്തെ കുറച്ച് വലിയ വെള്ളക്കുപ്പി ഉണ്ടായിരുന്നില്ലേ വലുത്? ഞാനൊന്ന് വെള്ളക്കുപ്പി കൊണ്ടുപോയിട്ടില്ല. ഏട്ടൻ കൊണ്ടുപോയിക്കണ ഏട്ടാ? ഇല്ലല്ലോ. എനിക്കില്ലേ UKG പഠിക്കുമ്പോ കുഞ്ഞച്ച വാങ്ങുന്നത് ഇതേപോലത്തെ പിങ്ക് കളർ. എന്തോ ഒരു സന്തോഷമായിരിക്കും ഇപ്പൊ കേട്ടാ. പിന്നെതാ ഇനി ഇതൊക്കെ അല്ലേ ചെറിയവരുടെ ഒന്നും നിൽക്കില്ല കേട്ടോ. ബോക്സൊക്കെ അവരുടെയൊക്കെ വേഗം അവര് പൊട്ടിക്കും. എടുത്തേക്ക്. ഇത് കുഞ്ഞുണ്ണിയുടെ അല്ലേ? ഇത് നല്ലതാട്ടോ. കണ്ടോ? കണ്ടില്ലേ? അതിന് പാലോണ്ട് കൊടുക്കും. കണ്ടില്ല? ഏതില്? അത് ടീച്ചർ കുഞ്ഞ ഇത് നീ എടുത്തു വെച്ചോട്ടോ. എന്നിട്ട് പഴയ ചോറ്റുപാത്രം കൊണ്ടുപോയി. ഒക്കെ എന്തിനാ നശിപ്പിക്കുന്നത്? നിന്റെ അതിലുള്ളുണ്ട്. കുഞ്ഞിനെ കളർ കൊടുക്കൂ.
ഇനിയിപ്പോതാ ഇവന്റെ നിന്റെ ഏതാ ബുക്ക്? നിന്റെ അനിമൽസ് അല്ലേ? അത് ശരി. ഇപ്പൊ നമ്മളിതാ ഈ ബുക്കൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വൃത്തിയാക്കി വെക്കില്ലേ, ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവന്റെ ഈ സംഭവം ഒന്നും കാണില്ല. അച്ഛനെ കാണിച്ചിട്ട് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ഇല്ല. എടുത്തിട്ടാ കൊണ്ടെടുത്ത് വെക്കുണ്ണി, എടുത്ത് വെച്ചാ കൊടുക്കാൻ പറ്റി. കണ്ടോ അച്ചു വേറുള്ള കുട്ടികൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കണം പറഞ്ഞിട്ട് കണ്ട അച്ചുവിന്റെ കണ്ടില്ലേ. ഇപ്പോഴും അവരുടെ ഒന്നും ഒരു വൃത്തിയോടും ആവില്ല. അവരും കുഞ്ഞിന് വ്യത്യാസം ഉണ്ട് കേട്ടോ, പ്രായ വ്യത്യാസം ഉണ്ട്, അതും പറയണ്ടേ. നല്ല എന്ത് സാധനം കിട്ടിയാലും അല്ലേ ഇവര് അവർക്ക് അതിനായി മറ്റൊരാവണല്ലേ ഉള്ളൂ. അവർ ചെറിയ കുട്ടികളല്ലേ. ഇനി ഇതാരൊക്കെ വേണ്ടി വരിക? ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വരെ അമ്മൂന് ബുക്ക് കിട്ടാണ്ടേ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുക ചെയ്തിരുന്നു അല്ലേ, ബുക്ക് കിട്ടുമോ എന്ന്. അങ്ങനെ കിട്ടുക. അപ്പൊ ആരൊക്കെങ്കിലും ഇതേപോലെ ഉപകാരമായി കഴിഞ്ഞാലേ ബുക്ക് ഞാനാ പോയിഞ്ഞോ ഞാൻ പോയിഞ്ഞു. കുഞ്ഞിന്റെ പോയിഞ്ഞു, കുഞ്ഞത്തൂന്റെ പോയിഞ്ഞു, കിച്ചുവിന്റെ മാത്രമേ കിച്ചു പോയിഞ്ഞു. എല്ലാം ബുക്കും പൊതിഞ്ഞ് വെച്ചേക്കണോട്ടോ അച്ചു. നമ്മളെ ബുദ്ധിമുട്ടിക്കേ ചെയ്തില്ല. ഏതാ എടുക്കണത്? എടാ കിച്ചു സ്റ്റീലിന്റെ കൊണ്ടോടാ. അച്ചുട്ടി കണ്ടോ? നേരെ വൃത്തിയിൽ പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട വൃത്തിയിൽ അവള് പൊതിഞ്ഞ് പിന്നടിച്ച് ആർച്ചാനിലിന്റെ പേരെഴുതി ഡിവിഷൻ എഴുതി അല്ലേ. ഇനി എഴുതാണ്ട് ഇനി എത്ര ബുക്ക് വേണമെന്ന് അറിയോ? എത്ര ബുക്ക് വേണമെന്ന് അറിയില്ലല്ലോ. എന്തായാലും മിടുക്കി അച്ചുവിന് ഭയങ്കര ഉഷാറാട്ടോ. അവൾക്ക് വീട്ടിലിരിക്കണേക്കാട്ടിലും ഇഷ്ടമാണ്, മടിയില്ലാണ്ട് പോവും. അതിനു വേണ്ടി നമ്മുടെ കിച്ചു അതിനേക്കാട്ടിലും മിടുക്കനാണ്, കുഞ്ഞൻ അതിനേക്കാട്ടിലും മിടുക്കനാണ്. ഇവിടെ എല്ലാവരും ഈ അത്രയ്ക്കും മിടുക്കനാണ്. നീ ഭയങ്കര സമ്മതിക്കില്ല ഞാൻ. കാരണം എന്താണെന്നറിയോ? പോവാൻ വേണ്ടിയിട്ട് അവന് കിച്ചുവിന്റെ കാണിച്ചു കൊടുക്ക്. ഈ ബാഗ് അത്ര നല്ല ഒരു ബാഗൊന്നല്ല. കാരണം എന്താ വെച്ചാൽ ഇത് സിബൊക്കെ വേഗം പോണം കേട്ടോ. അത് കഴിഞ്ഞ കൊല്ലത്തിന്റെ മുമ്പത്തെ കൊല്ലത്ത് ആ കോവിഡിന്റെ ആ സമയത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ പക്ഷെ ഇപ്പോൾ ബാഗ് വാങ്ങിയിട്ടില്ല, കുഴപ്പമില്ല തോന്നിയപ്പോൾ. പക്ഷെ ഇവിടെ സിബൊക്കെ കീറിയതും കൊണ്ട് എത്തിയ അത്രയും നന്നായി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണു കേട്ടോ ബാഗ്. എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും കിട്ടുമ്പോഴേ കുഞ്ഞുണ്ണിക്കും കുഞ്ഞനും ഓരോന്നും അതേപോലെ ഉണ്ട് കേട്ടോ ബാഗുകൾ. നമ്മളിതാ ഒരു ബാഗൊക്കെ നല്ല ഇനി അമ്മൂനുള്ളത് അച്ചുട്ടിക്ക് പിന്നെ പഴയത് മതി പറഞ്ഞിട്ട് അവളുടെ പഴയത് അതൊക്കെ ബാഗ് എടുത്തില്ല. എല്ലാം പാടെ ഇനി കഴിയുമ്പോ ഓരോന്ന് വാങ്ങാം. ഇവിടെ ഇങ്ങോട്ട് കീറുള്ളി ഈ പഴകും തോറും എന്താന്നറിയ പ്രശ്നം അല്ലേ ചേട്ടാ? അപ്പൊ ഇതാ ഒരെണ്ണം ഇത് നമ്മള് കുഴപ്പമില്ല. എന്താണ് സ്കൂളില് ബസ് വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചാൽ വെച്ചിട്ട് ബുക്കൊക്കെ നേരെ അപ്പൊ ഈ സിബ് കയ്യിൽ വന്നു. ഒന്നാമത് എന്താ നമ്മള് ഇന്നലെ ഇവിടെ പോയപ്പോ എവിടെ ഗുരുവായൂർ പോയ സമയത്ത് അവിടെ ഏട്ടൻ എവിടെയായിട്ടാ പറഞ്ഞത്? കൊടുവായൂർ. ഏട്ടൻ എവിടെ പറഞ്ഞു? കുന്നംകുളത്തുനിന്ന് നോട്ട് ബുക്ക് വാങ്ങാന്ന് പറഞ്ഞതാ കേട്ടോ. അപ്പേക്കും നമ്മുടെ അച്ചുട്ടി വാങ്ങിയിരുന്നല്ലോ. അപ്പൊ നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വാങ്ങിയത് ഉണ്ടായിരുന്നു. ഈ പച്ചയും കളർ കൊടുത്താൽ മതി. അച്ചുവിന്റെ ഇതൊക്കെ എടുത്തേക്കണ്ടേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിലേക്ക് പോണതിന്റെ തിരക്കുകൾ കേട്ടോ, ആലഭാരങ്ങൾ എന്ന് പറയുന്നത്. അച്ചുവിന്റെ കഴിഞ്ഞു.
എന്റെ ഞാൻ വൃത്തി അത് ബഡിങ് ചെയ്തിട്ടാ. അതപ്പോ കേട് വരുത്തി കണ്ട അമ്മമ്മ അല്ല ഇപ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് മമ്മിയുടെ അവിടെ നിന്ന് എന്താ ഓരോ വെള്ളക്കുപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കടൊഴിവാക്കിയതും കൊണ്ടില്ലേട്ടാ അവിടെ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അത് കുറേ ഈ ബാഗ് കിട്ടിയിട്ട് ഈ ബാഗൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് അവൻ്റെ കേട് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചതും കൊണ്ട് ഉപകാരമായി. ഇനി അമ്മൂട്ടിക്ക് വാങ്ങണം. ഇനി കൊട വാങ്ങിയിട്ടില്ല, കൊട വാങ്ങണം. ശരിക്കില്ലേ ഒരു എന്താ നമ്മുടെ പോലെ ഇല്ല. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 3 നോട്ട് ഉണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും എഴുതും. ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ നോട്ട് എന്തൊക്കെ ബിരുക്ക് വേണം വെച്ചിട്ടാ. ATM പൊന്താത്തൊരു ബാഗ്, ഒരു ബാഗും കൊണ്ട് 3 വർഷമോ 4 വർഷമൊക്കെ ഉപയോഗിച്ചിരുന്ന. പക്ഷെ ഇവിടെ അമ്മു 8ാം ക്ലാസ്സിൽ വാങ്ങിയത് ഇപ്പോൾ 10ാം ക്ലാസ് കഴിയണ വരെ അമ്മു അതന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അത് വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ എൻ്റെ അമ്മ പണിയെടുക്കണം അവിടുത്തെ അവരുടെ മോന് വാങ്ങിയത് ODCയുടെ ബാഗ്. നല്ല കമ്പനിയല്ലേ, അത് കാരണം നിന്നു. അപ്പം അത് അവർ എന്താ കൊടുത്തതാണ് കേട്ടോ ആ ബാഗ്. പക്ഷെ നല്ല ബാഗാണ്, നല്ല വിലയുണ്ട് തോന്നുന്നു കേട്ടോ അതിനൊക്കെ. പക്ഷെ നല്ല ക്വാളിറ്റിയിൽ നിന്നു ആ ബാഗ്. ഇപ്പോഴും നമ്മൾ ആ ബാഗ് തന്നെയാണ് എവിടേക്കെങ്കിലൊക്കെ ദൂരേക്കൊക്കെ പോകുമ്പോൾ അതിൽ സാധനങ്ങളൊക്കെ ആക്കുക. അപ്പം അമ്മൂൻ്റെ 10 കഴിഞ്ഞിട്ട് ഇപ്പോൾ ആയിട്ടല്ലേ ഉള്ളൂ. ഇവർ മലയ്ക്ക് പോകുമ്പോഴൊക്കെ ആ ബാഗാണ് കൊണ്ടുവരുന്നത്. അതാ നിങ്ങളുടെയൊക്കെ എന്തായി മക്കള്? എന്താ ചിലവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ആകെയുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? രാവിലെ ഇവർ ഭക്ഷണം കഴിക്കാൻ നമ്മൾ വാരി കൊടുക്കണം. അപ്പം അതിന് നമ്മൾ സമയം കണ്ടെത്തി തന്നെ വേണം. ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് ചായ മാത്രം കഴിച്ചിട്ട് പോവും. 1-2 പേരല്ലല്ലോ ഇവര് ഇപ്പോൾ 4 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിറൂമിൽ അടി, എല്ലാറ്റിനും അടിയായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മൾ നേരത്തെ ഇവരെ നീപ്പിക്കണം. കുഞ്ഞുണ്ണി പറയും, കുഞ്ഞുണ്ണി നാളെ പോണില്ല അത്രേട്ടാ. അപ്പോ ഒന്നും കൂടി കാണിച്ചു തരണ്ടേ? ദാ അമ്മൂന്റെ കലാവിരുത് കണ്ട. കണ്ട മറ്റേത് കണ്ടിരുന്നല്ലോ. പിന്നെ ദാ ഒരു വീട് അമ്മ ചെയ്തതാണ് കേട്ടോ. അത് അമ്മ അത് ചെയ്തിട്ട് ഇത് അവിടെ വെച്ച് ഇത് കാണാൻ നല്ല രസമല്ലേ? ഇതാണ്ടോ ഇത് കാണാൻ നന്നായിട്ടില്ലേ? നന്നായിട്ടുണ്ട്. മഴ വീഴുക, മഴ നല്ല. പിന്നെന്താ ഗാലക്സിയാണ്. ഗാലക്സിയോ? സ്പേസ് അതില്ലേ ചന്ദ്രനില്ലേ ആ വാലാക്ഷരത്തെ എങ്ങനെ വീണാണ് അമ്മ വിചാരിക്കുന്നത്. ഗാലക്സി അറിയില്ല. ഓ ഏട്ടാ ഇത്രയൊക്കെ ചിന്തിക്കണോ പറഞ്ഞ പോലെ കണ്ടില്ലേ? അവളിരുന്ന് ഓരോന്ന് വരച്ചുണ്ടാക്കണതാട്ടോ അതൊക്കെ. കുറേ ഇപ്പോൾ ഇതാ ഇവിടെ പോയപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ കുഞ്ഞു ശങ്കൊക്കെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നന്നായിട്ടുണ്ടോ? എന്താ കുറച്ച് കൂട്ടുകാർ പറഞ്ഞിരുന്നു അനിയേട്ടൻ്റെ വരയും കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. അച്ഛൻ വലിയൊരു ചാർട്ട് വലിയ കൃഷ്ണനെ വലിയൊരു കൃഷ്ണനെ വരച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോല്ലേ ഒരു കുട്ടീനെ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു വലിയ ചാർട്ടിൽ വരച്ചു കൊടുക്കണം പറഞ്ഞിട്ട് ഒരു കൊടയൊക്കെ താരയുടെ വീട് അല്ല അതല്ലേട്ടാ വീ വെച്ചിട്ടാ ആ പെണ്ണ് ഇങ്ങനെ പിടിച്ചിട്ട് ആ പെണ്ണിനെ മഴയത്ത് നോക്കിക്കണത്. താരേനെ ഓരോ വീട്ടിലുള്ള ഓരോ പിക്ചറാണ് വയ്ക്കാൻ വേണ്ടിട്ട്. അതിപ്പോഴും എന്താ അനിയേട്ടൻ വരച്ച എന്താ ഇത് ഫോട്ടോ എന്ന് പറയുന്നത് വരച്ചത് പേപ്പറിലൊന്ന് വരച്ചു കൊടുത്തത് ഇപ്പോഴും എന്താ അവരുടെ സ്കൂളിലുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. ഇപ്പോൾ നല്ല അത് അച്ചു കളർ ചെയ്തത്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും നീല താറാവ്. താറാവല്ലത് അരയന്നം. എനിക്കറിയില്ല എന്താ എനിക്കിത് വേണോ?
നമ്മൾ ഏട്ടുന്ന സമയം കണ്ടോ രാത്രി 8 മണിയായി. ഇനി ഇതാ കുറച്ചും കൂടി എനിക്ക് പൊതിയാനൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ്? എല്ലാം കഴിഞ്ഞോ? മക്കൾ സ്കൂളിൽ പോകണം, അമ്മമാർക്ക് അറിയാലേ നാളത്തെ ഒരു തിരക്ക്. ഇനി നാളെ എന്തായാലും ഇവരുടെ കൂടെ അച്ചു ആദ്യമായിട്ടല്ലേ ഹൈസ്കൂളിൽ പോകണം. അപ്പം അച്ചുവിൻ്റെ കൂടെ പോകേണ്ടി വരും. പോണോ? വരണോ? ഞാൻ വന്നിട്ട് എന്താടി അച്ചു വരണോ? കിച്ചുവിന് ഞാൻ വരണോ? വേണ്ട കണ്ടോ, കിച്ചുവിന് അതൊന്നും വേണ്ട. അപ്പോഴേ 8 മണിയായി കഴിഞ്ഞു വെച്ചാല് അവർക്ക് ഇവന് മുടി വെട്ടാൻ പോകണം കേട്ടോ. അതാ 8 മണിയാവാൻ കുറച്ച് നേരം. അച്ഛൻ്റെ ഈ രാത്രിയിലല്ലേ മുടി വെട്ടണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ്.